നിങ്ങൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ജോലിയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും ശരി, നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതായത് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എത്രത്തോളം പഠിച്ചു, നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നിങ്ങളുടെ അക്കാദമിക്കൽ നോളജ്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ശ്രദ്ധയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൺസേണേ ഇല്ല. എപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ അതുവരെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളാണ് കേട്ടോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങൾ ചിന്തിച്ച് പോകും. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ പഠിച്ചേ, എന്തിലാണ് നോളജ് ഉള്ളത്, നമ്മുടെ തലയിൽ ഇതില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് 3 മാസത്തിന് ശേഷം. ഇത് ഞാൻ അറിയാൻ വൈകിപ്പോയി. എനിക്കിത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി പല കമ്പനിയിലേക്ക് ജോലി ചെയ്യാമായിരുന്നു. മറ്റേത് എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. കാരണം അവരൊക്കെ PG ഒക്കെ കഴിഞ്ഞ് എത്രയോ ഡിഗ്രികളൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും ഈ കമ്പനിയിൽ. ഇവരുടെ മുമ്പിൽ നമ്മളുണ്ടാവും അങ്ങനെ പൂച്ചയെ പോലെ. ഈ ഒരു അവസ്ഥയാണ്. ഏതൊരു കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ശരി, അവിടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഡെഡ് ലൈൻസ് ആണ്. എല്ലാ പറഞ്ഞ പണികളും സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് മാറ്റർ. രണ്ടാമതായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതലാളി കാണുന്ന സമയത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല ഹാർഡ് വർക്കാണെന്നുള്ളത് തോന്നിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും മുതലാളിക്ക്. മാത്രമല്ല നമുക്ക് സാലറിയൊക്കെ കൂട്ടിക്കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഈ കാട്ടിക്കൂട്ടലൊന്നും അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷേ അവരുടെ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, റിസൾട്ട് വളരെ കൂടുതലാണ്. എൻ്റേത് അത്രമാത്രം ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ കാട്ടിക്കൂട്ടലോ അല്ലെങ്കിൽ ഈ ഹാർഡ് വർക്കോ ഈ സംഭവങ്ങളോ ഒന്നുമല്ല മാറ്റർ. സ്മാർട്ട് വർക്ക് കുറച്ച് ചെയ്തിട്ടാണെങ്കിലും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ടിൽ നിന്ന് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാഫിൻ്റെയും ലക്ഷ്യം. അങ്ങനെ ആകണം. അതെനിക്ക് അങ്ങനെ ആയിരുന്നില്ല. നന്നായിട്ട് വർക്ക് ചെയ്യുക, കാണുമ്പോൾ എന്നാ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാ എന്ന് പറയിപ്പിക്കണം. പൊട്ടത്തരമായിരുന്നു. മനസ്സിലാക്കാൻ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെയല്ലേ ഈ ബിസി ആയിട്ടിരിക്കുന്ന സ്റ്റാഫിനേക്കാൾ കൂടുതൽ സ്മാർട്ടായിട്ടുള്ള സ്റ്റാഫുകൾ കൂടുതൽ വളർന്ന് മുകളിലേക്ക് പോകുന്നതും ഈ പറയുന്ന പ്രൊമോഷൻസൊക്കെ കിട്ടി, നല്ല ശമ്പളമൊക്കെ കിട്ടി, അവരുടെ ജീവിതം മെച്ചപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ റീസണേ ഇതാണ്. മൂന്നാമത്തെ ഒരു പൊട്ടത്തരം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ജോലിയിൽ കയറുന്ന സമയത്ത് മുതലാളിമാരുമായിട്ടൊക്കെ നല്ലൊരു ഇൻട്രാക്ഷനൊക്കെ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു കണക്ഷനൊക്കെ ബിൽഡ് ചെയ്യും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ വഴുകി പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ റിവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വരുന്ന ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മുടെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഇൻട്രാക്ഷനൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ കെയർലെസ്സായി ഭയങ്കര കൂളായിട്ട് ചിലപ്പോൾ നമ്മൾ അവരെ ഡീൽ ചെയ്യും. പാടില്ല. അവർ നമ്മുടെ വർക്കിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്ന, റിവ്യൂ ചെയ്യുന്ന ആ സമയത്ത് പക്ക ഡീസൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഈ ബോസ് ഒരിക്കലും നമ്മുടെ ഒരു ഫ്രണ്ട് അല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നല്ല ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ തോളത്ത് കയറ്റി നടക്കാവുന്ന ഒരാളാണല്ലോ നമ്മുടെ മുതലാളി എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, അവർ ആത്യന്തികമായിട്ട് പ്രോഫിറ്റിനെയാണ് ഉന്നം വെച്ച് പോകുന്നത്. അല്ലാണ്ട് നമ്മുടെ വെൽഫെയർ അല്ല അവരുടെ ചിന്ത. നമ്മുടെ വെൽഫെയർ ഉണ്ടെങ്കിലും അവരുടെ പരമപ്രധാനമായിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, ലാഭമാണ്, അവരുടെ ഗ്രോത്താണ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആൾ ആരാണെങ്കിലും ശരി, എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആളാണെങ്കിലും ശരി, അവരെടുത്ത് പുറത്ത് കളയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതിനകത്ത് നടത്തി അവരെ അവിടുന്ന് തൂക്കി പുറത്തിടും. അതായത് മുതലാളിയുമായിട്ട് ഇതിനായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ കഥ ലാസ്റ്റ് വരും. അപ്പോൾ നിങ്ങളുടെ ബോസ് ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ടല്ല. എത്ര അടുപ്പമുണ്ടെങ്കിലും എത്ര പരിചയമുണ്ടെങ്കിലും അവരെ ഒരു മുതലാളിയായിട്ട് കാണുന്നത് തന്നെയാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. ഇല്ലെങ്കിൽ പണി പോകാൻ തയ്യാറായിട്ട് നിങ്ങൾ നിൽക്കണം. നാലാമതായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു പൊട്ടത്തരം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ മുതലാളിയാണെങ്കിലും നമ്മുടെ മേലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, അവരൊരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ, ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചിന്തിച്ച് പോകുന്നത് സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു വേദനയാണ്. എന്താ സംഭവം ചോദിക്കുകയാണെങ്കിൽ, ക്രിറ്റിസിസം താങ്ങാനുള്ള അല്ലെങ്കിൽ ഫീഡ്ബാക്ക് താങ്ങാനുള്ള ഒരു മാനസിക വ്യാപ്തി, വലുപ്പം നമ്മുടെ ഉള്ളിലില്ല. അതായത് നമുക്കതിനുള്ള കഴിവില്ല. അങ്ങനെയല്ല. അതായത് നമ്മൾ ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു മനസ്ഥിതിക്ക് ഒരു ചേഞ്ച് വന്നത്. കാരണം യൂട്യൂബിൽ നിങ്ങൾക്കറിയാം, കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വളരെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ എഴുതി അതിനകത്ത് താഴ്ത്തിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആവാനോ ഫീലിംഗ് ആവാനോ ഓവറായിട്ട് നമ്മൾ തകർന്നു പോകാനോ നിൽക്കുകയാണെങ്കിൽ അതിനേ നേരം കിട്ടുള്ളൂ. കാരണം എന്താ, യൂട്യൂബും അല്ലെങ്കിൽ ഏത് ആയാലും ശരി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിന് പറ്റുന്നതാണ്. അതായത് തെറി കേൾക്കാനും ക്രിറ്റിസിസം അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലുള്ള ഫീഡ്ബാക്ക് വരുന്നതിനെ നേരിടാൻ
നമ്മൾ തയ്യാറാവണം. പലപ്പോഴും നമ്മളവിടെ തകർന്നു പോകാറാണ് സംഭവിക്കാറ്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയായിരുന്നു. ഇത് ശരിയായില്ല കേട്ടോ, ഇത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും ചെയ്തിട്ടും മോശപ്പെട്ടൊരു അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം ആണല്ലോ എനിക്ക് കിട്ടിയെന്നുള്ളൊരു തോന്നൽ കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്തിനുള്ളൊരു വളമാണ്. അതില്ലെങ്കിൽ നമ്മൾ ഗതി പിടിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ കെയർഫുൾ ആവുള്ളൂ, പിന്നെ ആ മിസ്റ്റേക്ക് നമ്മൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ക്രിറ്റിസിസം വരണം, ഫീഡ്ബാക്ക് വരണം. അതിനെ വാരി പുണരാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങളൊക്കെ തകരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമുക്ക് നമ്മുടെ പാർട്ട്ണറെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, യാതൊരു പിടിയില്ല. അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത്, അവർ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് കൊടുത്തെങ്കിലല്ലേ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ വരുള്ളൂ, ഔട്ട്പുട്ട് വരുള്ളൂ. ഇതിൻ്റെ അനന്തരഫലം എന്താണ്? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അവഗണന, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് താനും. ബന്ധങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മനുഷ്യ മനസ്സുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ്, എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കയറുന്ന സമയത്ത് ആ ജോലിയിൽ ഫ്രഷറായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത എന്താ, നമുക്ക് ഇവിടെ പോയിട്ട് നമുക്കത് പഠിക്കാം, നമുക്ക് ഡിസൈനിങ് പഠിക്കാം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു സത്യം, ഇവിടെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. ഇതൊരു സ്കൂളോ കോളേജോ അല്ല, ഇതൊരു ജോലി സ്ഥാപനമാണ്. ഇവിടെ വല്ലതും നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. നമ്മൾ ചോദിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചെടുക്കണം. അപ്പോൾ സീനിയറായിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ മുമ്പിലുണ്ടാവും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതായത് നമുക്ക് വേണ്ട സ്കില്ലുകൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. അയ്യോ മോനെ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു തരാൻ നമ്മുടെ പിന്നാലെ ആരും ഉണ്ടാവില്ല, നമ്മുടെ മുമ്പിലും ആരും ഉണ്ടാവില്ല. നമ്മൾ അവരുടെ പിന്നാലെ പോകണം, ചോദിച്ചറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. ചില കമ്പനിയിൽ ട്രെയിനിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ ഇൻസഫിഷ്യൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. നമ്മൾ എത്രത്തോളം അതായത് തനിയെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നതിൻ്റെ അത്രയൊന്നും ഈ പറയുന്ന ട്രെയിനിങ് വരില്ല. ട്രെയിനിങ് ഉണ്ടെങ്കിൽ തന്നെ പൊതുവെ പല കമ്പനിയിലും അതൊന്നും ഉണ്ടാകത്തില്ല. അടുത്തതായിട്ട് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ജോലിയിൽ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പോഷർ കിട്ടുക, ഒരു എക്സ്പീരിയൻസ് കിട്ടുക, ഒരു തുടക്കക്കാരന് ഒരു അവസരം കിട്ടുക എന്നുള്ളൊരർത്ഥത്തിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറി പറ്റിയതിനു ശേഷം പതുക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്ന് നമുക്ക് ശമ്പളം കൂട്ടി കിട്ടുമോ, പിന്നെ വേറെ കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ അതൊരു തെറ്റാണ്. അതായത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി, നമുക്ക് കുറച്ചെങ്കിലും അത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ പിന്നെ അവിടെ കാലാകാലം കുറ്റിയടിച്ചിരിക്കാൻ പാടില്ല ഒരു കമ്പനിയിൽ. നമുക്ക് സാലറി കൂട്ടി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതായത് സാലറി ആണോ എല്ലാം എന്ന് ചോദിച്ചാൽ സാലറിയൊക്കെ തന്നെയാണ് എല്ലാം. സാലറി ഒന്നും ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. സോ പറഞ്ഞു വരുന്നത്, ആ കമ്പനിയെ തന്നെ അടയിരിക്കാതെ നല്ലൊരു കമ്പനിയിലേക്ക് പോകാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി കൂട്ടിക്കിട്ടാനുള്ള, അതായത് ഇൻക്രിമെൻറ്റ് കൂട്ടിക്കിട്ടാനുള്ള, ഹൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അവിടെ പരിശോധിച്ച് നോക്കിയതിന് ശേഷം ആ കമ്പനി നിങ്ങൾക്ക് കൂട്ടിത്തരാനുള്ള ഒരു ചാൻസും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? വേറൊരു കമ്പനിയിലേക്ക് മാറുക, ഇൻക്രിമെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുക, പ്രൊമോഷന് വേണ്ടി വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 10, 15, 20% സാലറി കൂടുതൽ കിട്ടും. അപ്പോൾ ആ ഒരു വഴി കൂടി ട്രൈ ചെയ്യുക. അല്ലാതെ എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് ആണ് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വേറൊരു കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അവർ നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ എന്നൊക്കെ കരുതിക്കൊണ്ട് ഉള്ള കാലം മൊത്തം നമ്മളവിടെ കഴിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നമുക്കൊരു പ്രൊമോഷനോ സാലറി ഇൻക്രിമെൻറ്റോ കിട്ടും, ഇതൊക്കെ അബദ്ധധാരണകളാണ് എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, കമ്പനിയിൽ നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്ത് നല്ല ജോലിക്കാരനാണ് എന്നുള്ളതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് അതായത് ചുറ്റുമുള്ള ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. ഉണ്ണി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അവൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഭക്ഷണം പോലും ചിലപ്പോൾ കഴിക്കാണ്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, അത്രയും ഡെഡിക്കേറ്റീവാണ് എന്നൊക്കെ നമ്മൾ തോന്നിപ്പിക്കണം, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കൂടുതലുണ്ട്. അതായത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല. മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ മാത്രമാണ് നമുക്ക് മെയിൻ. അങ്ങനെ ആകരുത്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് ഗുണമുള്ളൂ. ഈ കമ്പനി വിട്ട് അടുത്ത കമ്പനി പോകുന്ന സമയത്ത് ഈ ഇമ്പ്രഷൻ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റില്ല. അവിടെ നമ്മുടെ സ്കില്ല്, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ കാലിബർ, ഇത് മാത്രമാണ് അവിടെ വാല്യൂ ചെയ്യുക. മാത്രമല്ല ഈ കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഈഗോയോ നിങ്ങൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ടോ അതൊന്നുമല്ല മാറ്റർ. എഫേർട്ട്, റിസൾട്ട്,
നിങ്ങളുടെ കഴിവ്, ഇതാണ് മാറ്റർ. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. പറഞ്ഞു വരുന്നത് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം, ഭയങ്കര ഹമ്പിളായിട്ടിരിക്കണം. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഹമ്പിളായിട്ടിരിക്കണം. എപ്പോഴും ഒരു തേഴ്സ്റ്റി ഉണ്ടായിരിക്കണം. അതായത് പുതിയ കഴിവുകൾ, പുതിയ അറിവുകൾ എല്ലാം നേടുക, മനസ്സിലാക്കുക, പഠിക്കുക. ആ ഒരു വെറി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഗതി പിടിക്കും, രക്ഷപ്പെടും. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈഗോ അല്ല, നമ്മുടെ എഫേർട്ടും റിസൾട്ടും മാത്രമാണ്. അടുത്തതായിട്ട് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന ഒരു പൊട്ടത്തരം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളി അത് മനസ്സിലാക്കും, നമ്മുടെ റിസൾട്ട് കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. അങ്ങനെ അതായത് നമ്മൾ നല്ലത് ചെയ്താൽ മതി, പോസിറ്റീവായിട്ട് ചെയ്യുക, നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞ എല്ലാ പോയിൻറ്റുകളും നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അല്ല, ഓഫീസിനകത്തുള്ളൊരു സാധനമാണ് ഓഫീസ് പൊളിറ്റിക്സ്. അതായത് ഇതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറേ എണ്ണം ഉണ്ടായിരിക്കും. അതായത് പിന്നിന്ന് നമ്മളെ കാലുവായിരുന്ന ഈ ഞെണ്ടിൻ്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? ഒരു ഞെണ്ട് എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പിന്നിന്ന് കാലെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെയും പിടിച്ച് താഴ്ത്തിക്കിടാൻ റെഡി ആയിട്ടുള്ള കുറേ ഞെണ്ടുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതായത് ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അതിപ്പോൾ ഏത് കമ്പനിയിൽ കയറി കഴിഞ്ഞാലും ശരി, കുറച്ച് കൂടുതൽ ആൾക്കാർ, അതായത് 2-3 പേരുള്ള സ്ഥലത്ത് തന്നെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ പിന്നെ 10, 30, 40, ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത ലാസ്റ്റ് കമ്പനിയിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50-52 പേരെങ്ങാനും കണ്ട് കാണുമായിരിക്കും. 2 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഒരു കമ്പനിയിലെ സ്റ്റാഫുകളാണ്. അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതല്ല, ഉണ്ട്, നല്ലപോലെ ഉണ്ട്. പക്ഷെ അതിനകത്ത് കൂടെ നമ്മളിങ്ങനെ നീന്താൻ പഠിക്കണം. ഒരിക്കലും മുങ്ങിപ്പോകരുത്. മുക്കി താഴ്ത്താൻ, മുക്കി കൊല്ലാനായിട്ടുള്ള ഒരുപാട് പേരവിടെ ഉണ്ടാവും, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, പിന്നെ കൂടെ കാല് വാരുന്നുണ്ടായിരിക്കും. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാനതൊക്കെ മറന്നു. ദയവ് ചെയ്ത് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക, ഏത് കമ്പനിയിലും ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നല്ല പോലെ ഉണ്ടായിരിക്കും. ഏറ്റവും അവസാനത്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു തെറ്റാണെന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി എന്ന് പറയുന്നതല്ല നമ്മുടെ പരമപ്രധാനമായിട്ടുള്ളൊരു ഉപജീവന മാർഗം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചിലപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും, ആ ഫീൽഡിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും, ലോൺ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും നോളജൊക്കെ. പക്ഷേ ഇതായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പാടില്ല. കാരണം പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ടി വരും. ഇപ്പോൾ ചില ആൾക്കാർ കണ്ടില്ലേ, അക്കൗണ്ടിങ് പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോയിട്ട് അത് പഠിച്ച്, അതുപോലെ എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ലാതെ മെഡിസിനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ലാതെ ടീച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു ഫീൽഡ് മാറുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടോ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. മാറേണ്ടതാണെങ്കിൽ മാറണം, ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ ചേഞ്ച് ചെയ്യണം. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുന്നുണ്ടോ അത് നമ്മൾ മാറ്റാൻ തയ്യാറാവണം. അല്ലാതെ ഈ ജോലി മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത, പിടിക്കാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ജോലിയിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞാൻ ആ ജോലി എന്ന് പറഞ്ഞ് 10-15 വർഷം, ഏകദേശം 15-അടുത്ത വർഷം ഞാനതങ്ങനെ ആ ജോലി മാത്രമാണ് എൻ്റെ ലോകം എന്ന് ചിന്തിച്ചു. ആ ജോലി അല്ലാത്ത ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, 4-5 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തമ്മിൽ ഒരു ബന്ധമില്ല ഈ 4-5 കാര്യങ്ങളും തമ്മിൽ. കുറേശ്ശെ ബന്ധം ഉണ്ടാവും എന്നുള്ളതിൽ ഉപേക്ഷിച്ച് ഇപ്പോൾ എങ്ങനെ പറയാം, ഒരു 10% തമ്മിലേ കണക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രമുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ബന്ധമില്ല ഈ പറയുന്ന 4-5 ജോലികളുമായിട്ട്. അപ്പോൾ നമ്മുടെ റൂട്ട് മാറ്റാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ പുരോഗതി ഉണ്ടാവും ജീവിതത്തിൽ എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അതും ലേറ്റായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നത് എനിക്കിതാരും പറഞ്ഞു തന്നില്ല. പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ അന്നേ റൂട്ട് മാറ്റിയിട്ടുണ്ടാവുമായിരുന്നു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന് ഇത്രയും തെറ്റുകൾ, ഇത്രയും മിസ്റ്റേക്കുകൾ, ഇത്രയും ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ച് ജോലി ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല.